Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് പ്രോബ്ലംസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ശ്രീ വിവേക് ഈസ് എംപ്ലോയിഡ് ഇൻ മുംബൈ ഓൺ എ ബേസിക് സാലറി ഓഫ് ₹8,000 per month. DA ₹2,000 per month, 40% enters into retirement benefits. Bonus 18,000 per annum. Commission ₹4,500 per annum. Entertainment allowance ₹500 per month. His contribution to RPF ₹1,000 per month. Interest credited to RPF at 10% ₹2,000. Employer's contribution to RPF ₹1,000 per month. കമ്പ്യൂട്ട് സാലറി ഇൻകം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുംബൈയിലാണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പം മെട്രോപൊളിറ്റൻ സിറ്റിയൊക്കെയാണ്. ബേസിക് സാലറി 8,000 ഉണ്ട്. അപ്പോൾ 8,000 × 12. DA എന്ന് പറയുന്നത് ഒരു മാസം 2,000 രൂപ. അപ്പോൾ ഒരു വർഷത്തേക്ക് 24,000. ആ 24,000-ൻ്റെ 40% നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് എടുക്കുന്നുണ്ട്. ബോണസ് എന്ന് പറയുന്നത് ഒരു വർഷം 18,000 കിട്ടുന്നുണ്ട്. കമ്മീഷൻ ഒരു മാസം 4,500. അപ്പോൾ അത് × 12. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 500 × 12. RPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്കറിയാം, അത് ഓൾറെഡി സാലറി ഇൻക്ലൂഡഡ് ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF എന്ന് പറഞ്ഞാൽ 10% ആണ്. അത് 2,000 രൂപയാണ്. പക്ഷേ 10% നമ്മൾ ചെയ്യുമ്പം അവിടെ 9.5-ന് മുകളിലുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അത് ടാക്സബിൾ ആണ്. അപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 1,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് 12,000 വരും. അപ്പോൾ ഇവിടെ 9.5-ന് എക്സസ് ആയിട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? 0.5% ടാക്സബിൾ ആണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബേസിക് പേ എത്രയാണോ അത് × 96. DA 2,000 ആയിരുന്നു. 2 × 12 24. ബോണസ് 18,000 ഒരു വർഷത്തേക്ക് ഒന്നിച്ച് തന്നിട്ടുണ്ട്. കമ്മീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഓൾറെഡി 500 × 12 6,000 വരും. ഇനി നെക്സ്റ്റ് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ഓഫ് 12%. 12%-ന് മുകളിലായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ RPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF അവിടെ നമുക്ക് തന്നെങ്കിൽ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ എക്സസ് എത്രയാണ്? 0.5% ആണ് എക്സസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 12,000 ആണ് ആകുള്ളത്. പിന്നെ പറഞ്ഞത് 12% ഓഫ് സാലറി ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മുടെ 96,000 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അതിനോടൊപ്പം 40% DAയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 24,000 ആണ് ഒരു വർഷം കിട്ടുന്ന DA. ആ 24,000-ൻ്റെ 40% മാത്രമാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ പരിഗണിക്കുന്നത്. അപ്പോൾ 24,000-ൻ്റെ 40% എന്ന് പറയുന്നത് എത്രയാണ്? 9,600 ആണ്. 40% എന്ന് പറയുന്നത് 9,600. അപ്പോൾ 96,000 എന്ന് പറയുന്നത് ബേസിക് പേയും 24,000 DAയുടെ 40% 9,600 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി കൂട്ടിയതിന് ശേഷം 12% നോക്കുക. 12% നോക്കുമ്പം 12,672 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സസ് എന്ന് പറയുന്നത് എന്തില്ല, ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ എക്സസ് എന്ന് പറയുന്നത് എന്താ? അത് നില്ലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്നത് 12%-ന് മുകളിലായിട്ടുള്ളത് അധികം അവിടെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് RPF-ൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആയിരിക്കും 9.5% ആണ്. 9.5% എടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മുടെ എക്സസ് ഓഫ് 9.5% എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞത്. അതായത് 10%-ന് 2,000 രൂപ. അവിടെ കൃത്യമായിട്ട് നോക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF അറ്റ് ₹10%, ₹2,000. 10% ആയിട്ടാണ് അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അത് തന്നെ എത്രയാണത്? 2,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എക്സസ് ഉള്ള 9.5 വരെ മാത്രമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 0.5 അധികമുണ്ട്. ആ 0.5 എന്താണ്? നമുക്ക് സാലറിയിലേക്ക് എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 2,000-ൻ്റെ 0.5 മാത്രം കണ്ടാൽ മതിയാകും. കാരണം 10% ആണ് 2,000 എന്ന് പറയുന്നത്. അപ്പോൾ 9.5% കഴിച്ച് ബാലൻസ് ഒരു ₹100, അതായത് 2,000 ×
0.5 മാത്രമാണ് നമുക്കിവിടെ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ 2 കാര്യങ്ങളാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഒന്ന് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നതും അതേപോലെ RPFിലേക്കുള്ള കോൺട്രിബ്യൂഷനും ആ എക്സസ് ഓഫ് 12% നോക്കുന്നതും. എക്സസ് ഓഫ് 12% നോക്കുമ്പം ഇവിടെ DA റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എത്രയാണോ 40% വരുന്നത് അതുകൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ 12% ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ നോക്കാം. ഇതിൽ ജയേഷ് ഓഫ് ന്യൂഡൽഹി ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസിക് പേ തന്നിട്ടുണ്ട്, 20,000 പെർ മന്ത് ആണെന്ന് പറയാൻ. DA ഉണ്ട്. ഇവിടെ 60% ഈസ് പാർട്ട് ഓഫ് സാലറി. ഇതിൽ 60% നമ്മുടെ സാലറിയുടെ പാർട്ടാണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, ഹൗസ് റെൻ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. 3 കുട്ടികൾക്കാണ്, ഒരു കുട്ടിക്ക് 200 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, അതിൽ 1400 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. 2400 ആണ് അവർക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് 2400 ഒരു മാസം. പക്ഷേ ആക്ച്വലി ഈ സ്പെൻഡ് എത്ര മാത്രമേ ഉള്ളൂ? 1400 ആണ്. മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് 5000 ആണ്, റിസീവ് ചെയ്യുന്നത് 1000 ആണ്. ലഞ്ച് അലവൻസ് ഉണ്ട്, അതിൽ 200 രൂപ ഒരു മാസം. അപ്പോൾ ഒരു വർഷത്തേക്ക് 2 × 12 2400 വരും. പക്ഷേ അതിൽ 2000 മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഗ്രോസ് സാലറി എന്തായിരിക്കും? ആൻഡ് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ്, ആക്ച്വലി HR റിസീവ് ചെയ്യുന്നത് 6000 ആണ് ഒരു മാസം, പക്ഷേ റെൻറ്റ് പേ ചെയ്യുന്നത് 7000 ആണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ എങ്ങനെയാണ് ഈ ജയേഷ് പറയുന്ന വ്യക്തിയുടെ സാലറി, ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 20,000 ആണെന്ന്. അപ്പോൾ 20,000 × 12 ആണ് 2,40,000 വരുന്നത്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 6,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു മാസം 6000 ആണെങ്കിൽ 12 മാസത്തേക്ക് 72,000 ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് 500 രൂപയാണെന്ന് പറയുന്നുണ്ട്. 500 × 12 6000. എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് 3 കുട്ടികൾ, ഒരു കുട്ടിക്ക് 200 രൂപ വെച്ചിട്ട്, അപ്പം 3 കുട്ടികളാകുമ്പോൾ 600 രൂപ വെച്ചിട്ട് 12 മാസത്തേക്ക് 7,200 അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് എക്സംഷൻ എത്ര വരെയുള്ളൂ? 2 കുട്ടികൾക്ക് 100 രൂപ, അതായത് ഒരു കുട്ടിക്ക് 100 വെച്ച്, അങ്ങനെ 2 കുട്ടികൾ വരെയാണ് എക്സംഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് 100 ആണെങ്കിൽ 2 കുട്ടികൾക്ക് 200. 200 × 12 അപ്പോൾ 2,400. അതുവരെ നമുക്ക് കിഴിവുണ്ട്, ബാലൻസ് ടാക്സബിൾ ആണ്. അപ്പോൾ 4,800 അവിടെ കാണിച്ചു. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എന്താണോ അലവൻസ് കൊടുക്കുന്നത് അത് ഫുള്ള് ട്രാൻസ്പോർട്ട് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഇവിടെ നമ്മളോട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത്രയൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള അലവൻസുകൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അലവൻസ് ആണെങ്കിൽ ആക്ച്വലി എന്ത് സ്പെൻഡ് ചെയ്തോ അതുവരേക്ക് നമുക്ക് എക്സംഷൻ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ട്രാവലിംഗ് അലവൻസ് ആണ് അത് പറയുന്നത്, മാറിപ്പോവരുത്. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. നിങ്ങളിപ്പോൾ മുന്നത്തെ 1-2 ക്വസ്റ്റ്യനിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായി നമ്മളവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്പെൻഡ് ചെയ്യുന്നതൊന്നും കാണിച്ച കൺഫ്യൂഷൻ്റെ ആവശ്യം വേണ്ട. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് കംപ്ലീറ്റ് ആയിട്ട് ടാക്സബിൾ ആണ്. മെഡിക്കൽ അലവൻസും ഇതേപോലെ തന്നെയാണ്. അവിടെ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രസക്തിയില്ല, അത് ടാക്സബിൾ ആണ്. ലഞ്ച് അലവൻസും ഇതേപോലെ തന്നെയാണ്. 200 രൂപ എന്ന് പറയുന്നുണ്ട് × 12, അപ്പോൾ 2,400 വരുന്നുണ്ട്. പിന്നെ പറയുന്ന ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. ഹൗസ് റെൻ്റ് അലവൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപ വെച്ച് ഒരു മാസം കിട്ടുന്നുണ്ട്. അതേസമയം 7,000 രൂപയാണ് ആക്ച്വൽ റെൻറ്റ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ 3 ക്രൈറ്റീരിയ ഇവിടെ നോക്കണം. അതിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ആക്ച്വൽ HR റിസീവ് ചെയ്യുന്നത് 6,000 × 12 72,000 ആണ്. അതിൽ നമുക്ക് റെൻറ്റ് കൊടുക്കുന്നത് ഒരു മാസം എത്ര? 7,000 രൂപയെന്ന് പറയുന്നുണ്ട്. 7,000 × 12 84,000 ആണ്. അതിൽ നിന്ന് നമുക്ക് 10% ഓഫ് സാലറി എത്രയും നോക്കണം. 10% ഓഫ് സാലറി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോവരുത്. കാരണം ബേസിക് സാലറി ഫുള്ളായിട്ട് എടുക്കുക, 2,40,000 ഫുള്ളായിട്ട് എടുക്കുക.
ഡിയർനെസ് അലവൻസ് 72,000 ആണ്. പക്ഷെ ആ 72,000-ൽ എത്ര പെർസെൻറ്റേജ് മാത്രമാണ് പാർട്ട് ഓഫ് സാലറി വരുന്നത്? 60% മാത്രമാണ് വരുന്നത്. അപ്പോൾ 72,000-ൻ്റെ 60% പറയുന്നത് 43,200 ആണ്. അത് മാത്രമാണ് ഈ പർപ്പസിന് എടുക്കാവുള്ളൂ. അപ്പോൾ ബേസിക് സാലറി എടുത്തു പ്ലസ് നമുക്ക് ഈ 60% ഓഫ് ഡിയർനെസ് അലവൻസ് മാത്രം അതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. ഇതിൻ്റെ 10% എടുക്കുക. അപ്പോൾ ആ 10% എടുക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 28,320. അപ്പോൾ റെൻറ്റ് പേ ചെയ്യുന്നത് 84,000 ആണ്. അപ്പോൾ 84,000-ൽ ഈ 28 വരെ എക്സംപ്റ്റഡ് ആണ്. ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആണ്. പിന്നെ അദ്ദേഹം താമസിക്കുന്നത് ഡൽഹിയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50% ഓഫ് സാലറി ഇവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ 50% ഓഫ് സാലറി കാണുമ്പോഴും നേരത്തെ എടുത്ത ഇതേ ക്രൈറ്റീരിയ തന്നെ, ഇതിൻ്റെ 50% എടുക്കേണ്ടത്. അപ്പോൾ വരുന്നത് 1,41,600 ആണ്. ഈ 3 ക്രൈറ്റീരിയ എഴുതിയതിന് ശേഷം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 55,680 ആണ്. ഇതുവരെ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് 6,000 × 12 6,000 × 12 72,000 വരുന്നുണ്ട്. അതിൽ എത്രയാണ് എക്സംഷൻ കിട്ടുള്ളൂ? 55,680 വരെ എക്സംപ്റ്റഡ് ആണ്. ബാലൻസ് 16,320 നമുക്ക് സാലറിയിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന എല്ലാം കൂടിയിട്ട് അവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സാലറിയുടെ എല്ലാ പോയിന്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു അസസ്മെൻറ്റ് ഇയർ 2022-23 മുതൽ വന്നതാണ്. എനി ഇൻട്രസ്റ്റ് അക്രൂയിങ് ഓൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എംപ്ലോയി ഇൻ എക്സസ് ഓഫ് 2,50,000 വിൽ ബി ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് എന്തെങ്കിലും എമൗണ്ട് ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻ എക്സസ് ഓഫ് 2,50,000 ആണെന്ന് അത് ടാക്സബിൾ ആണ്. ഇനി ഫണ്ട് വെർ ദർ ഈസ് നോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ലിമിറ്റ് 5 lakhന് മുകളിൽ ഇൻസ്റ്റെഡ് ഓഫ് 2,50,000 2,50,000ക്ക് പകരം അത് 5 lakh ആണെങ്കിൽ അത് PPF മാത്രമാണ്, PPF കൂടിയിട്ട് അപ്ലിക്കബിൾ ആണ് എന്നുള്ള റൂളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതിയാകും. കാരണം ഇനി ഇൻട്രസ്റ്റ് അക്രൂയിങ് ഓൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എംപ്ലോയി കൊടുക്കുന്ന കോൺട്രിബ്യൂഷനിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുകയാണെങ്കിൽ ഇൻ എക്സസ് ഓഫ് 2,50,000 മുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ് എന്നുള്ളതും. ഇൻ കേസ് ഓഫ് ഫണ്ട്സ് വെർ ദർ ഈസ് നോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 2,50,000ക്ക് പകരം അത് എത്രയാണ്? 5 lakh ആണെങ്കിൽ ഇറ്റ് അപ്ലൈസ് ടു ഇൻട്രസ്റ്റ് ഓൺ PPF ഓൾസോ. ഇതിന് നമ്മൾ PPFൻ്റെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻട്രസ്റ്റും കൂടിയിട്ട് ഈ റൂള് ബാധകമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സാലറിയുടെ കുറച്ച് പോർഷൻസ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം. അപ്പോൾ ഈ 2 പ്രോബ്ലത്തിൽ ഓരോ പോയിന്റും എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഈ വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ 2 പ്രോബ്ലം വളരെ ക്ലിയർ ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ പോയിന്റും എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്